ഹായ്, എൻ്റെ ആൻഡമാൻ യാത്രകളുടെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം. പോർട്ട് ബ്ലെയറിൽ നിന്നുള്ള ചില കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. പോർട്ട് ബ്ലെയറിലെ ചാത്തം ദ്വീപിലാണ് ഈ സോമിൽ സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടിയുടെ ആവശ്യങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ 1883 ബ്രിട്ടീഷുകാരാണ് ഇത് സ്ഥാപിച്ചത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഈ മിൽ ഏഷ്യയിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ സോമില്ലാണ്. 100 മീറ്റർ നീളമുള്ള ചാത്തം പാലം ഇതിനെ പോർട്ട് ബ്ലെയറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇതിന്റെ പരിപാലനം വനം വകുപ്പാണ് നടത്തുന്നത്. അക്കാലത്ത് നടന്നിരുന്ന തടിയുടെ ചിട്ടയായ സംസ്കരണത്തെക്കുറിച്ചുള്ള ഒരു ആശയം ഈ മിൽ നമുക്ക് നൽകുന്നു. ചാത്തം സോമില്ലിൽ ആദ്യം സ്ഥാപിച്ചിരുന്ന സെക്കൻഡ് ഹാൻഡ് യന്ത്രങ്ങൾ അവിദഗ്ധ തൊഴിലാളികളായിരുന്നു പ്രവർത്തിപ്പിച്ചിരുന്നത്. ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ക്രിംസ്റ്റൺ വാൾ പാനലുകൾ മില്ലിൽ നിന്ന് കൊണ്ടുപോയ പലകൾ കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആൻഡമാനിലെ വില കൂടിയ ഹാർഡ്വുഡ് ആണ് പടാക് എന്ന മരത്തിൻ്റെത്. ഒരു ക്യൂബിക് മീറ്ററിന് 1.25 ലക്ഷം രൂപയോളമാണ് ഇതിന്റെ വില. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ അവഗണനയിൽ ആധുനികവൽക്കരണത്തിനായി കാത്തിരുന്ന് വലയുന്ന ഈ മിൽ നിലവിൽ വലിയ തടികൾ വ്യത്യസ്ത വലിപ്പത്തിലുള്ളവയാക്കി മാറ്റുകയും സ്വകാര്യ സർക്കാർ വകുപ്പുകൾക്ക് ന്യായമായ വിലയ്ക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ആധുനികവൽക്കരണ ശ്രമങ്ങളുടെ അഭാവം മൂലം 10,609 ക്യൂബിക് മീറ്റർ തടികൾ ഉപയോഗിച്ചിരുന്ന ചാത്തം സോമില്ലിന് ഇപ്പോൾ 5000 ക്യൂബിക് മീറ്റർ മാത്രമാണ് ഉപഭോഗം. ഈ സോമില്ലിന്റെ ചുറ്റുപാടിൽ സജ്ജീകരിച്ചിരിക്കുന്ന മ്യൂസിയത്തിൽ തടി കൊണ്ടുള്ള സൃഷ്ടികളുടെയും സങ്കീർണമായ ഡിസൈനിങ്ങളോടുകൂടിയ കൊത്തുപണികളുടെയും വലിയ ശേഖരമുണ്ട്. പദുക് മരം കൊണ്ടുള്ള കൊത്തുപണികൾ, ഫർണിച്ചറുകൾ, മുതലകൾ, ബാലൻസിംഗ് പാവകൾ തുടങ്ങിയ തടി കൊണ്ടുള്ള ഷോപ്പീസുകൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. കച്ചവടക്കാർക്കും കയറ്റുമതിക്കും വേണ്ടിയുള്ള വലിയ ഓർഡറുകളാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അധികം കാണാനില്ലെങ്കിലും ഇവിടെയുള്ള ബോംബ് വീണ ഒരു കുഴി ഇരുണ്ട നാളുകളുടെ മറ്റൊരു കഥ കൂടി പറയുന്നു. 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ബോംബുകൾക്ക് ഇരയായി ഈ സോമിൽ. അക്കാലത്ത് ബോംബ് വീണപ്പോൾ ഉണ്ടായ ഒരു കുഴി എല്ലാവരുടെയും ആകർഷണമാണ്. ചാത്തം മെമ്മോറിയൽ സ്തൂപം, ജാപ്പനീസ് ബങ്കർ, പില്ലർ ഓഫ് ദി എർത്ത് തുടങ്ങിയവ ഇവിടുത്തെ മറ്റ് ആകർഷണങ്ങളാണ്. യുദ്ധത്തിന് ശേഷം ദ്വീപ് വീണ്ടെടുക്കപ്പെടുകയും ആളുകൾ ദ്വീപുകളിൽ സ്ഥിരതാമസമാക്കാൻ തുടങ്ങുകയും ചെയ്തതോടെ ചാത്തം സോമിൽ അതിന്റെ പുനർജന്മം കണ്ടു. പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബേയിലെത്താൻ വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അബർദീൻ ജെട്ടിയിൽ നിന്ന് 45 മിനിറ്റ് ബോട്ട് സവാരി നടത്തണം. ഏകദേശം 4 മണിക്കൂർ എടുക്കുന്ന നോർത്ത് ബേ ടൂർ ടിക്കറ്റുകൾ കോംപ്ലക്സിന് പുറത്ത് ലഭ്യമാണ്. നിങ്ങളെ നോർത്ത് ബേയിലേക്ക് കൊണ്ടുപോകുന്ന ബോട്ട് നിങ്ങൾക്കായി അവിടെ കാത്തിരിക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യും. നോർത്ത് ബേ ഐലൻഡ് സന്ദർശിക്കുന്നതിന് ഒരു ദിവസത്തിന്റെ പകുതിയോളം വേണ്ടിവരും. നോർത്ത് ബേ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സാധാരണയായി പ്രശസ്തമായ നോർത്ത് ബേ കോറൽ ഐലൻഡ് റോസ് ദ്വീപും ഉൾക്കൊള്ളുന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഐലൻഡ് ഹോപ്പിംഗ് ട്രിപ്പ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ വിശദമായ വീഡിയോ നൽകിയ എൻ്റെ മുൻ എപ്പിസോഡിൽ റോസ് ഐലൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയും. കടൽ തീരവും കാടും ഒഴികെ സന്ദർശകർക്ക് ദ്വീപ് കൂടുതൽ കാഴ്ചകൾ നൽകുന്നില്ലെങ്കിലും ആൻഡമാൻ ദ്വീപുകളിലെ ജലകായിക വിനോദത്തിനുള്ള ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് നോർത്ത് ബേ. ഐലൻഡിൽ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. എന്നിരുന്നാലും ലൈറ്റ് ഹൗസിലേക്ക് ട്രെക്ക് ചെയ്യാൻ അനുവാദമില്ല. നോർത്ത് ബേയെ കുറിച്ചുള്ള ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ ദ്വീപിന്റെ ഫോട്ടോയാണ് 2019 ഇറക്കിയ 20 രൂപ നോട്ടിന്റെ പിൻഭാഗത്തുള്ളത് എന്നതാണ്. വെള്ളത്തിനടിയിലുള്ള പവിഴ ശേഖരത്തിനും വൈവിധ്യമാർന്ന മത്സ്യങ്ങൾക്കും പേരുകെട്ട ഒരു അത്ഭുതകരമായ ബീച്ചാണ് ഇതിന് ചുറ്റുമുള്ളത്. ഇത് പ്രകൃതിദത്ത സമുദ്ര സൗന്ദര്യത്തിന്റെയും വെള്ളത്തിനടിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലവുമാകുന്നു. കടലിലെ പവിഴപ്പുറ്റുകളുടെ ഏറ്റവും വ്യാപകമായ ശേഖരങ്ങളിൽ ഒന്നാണിത്. ഗ്ലാസ് ബോട്ട് സവാരി, കടൽ നടത്തം, സ്നോർക്കലിംഗ്, സ്കൂബ ഡൈവിംഗ് എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് ഈ ദ്വീപ്. സെമി അന്തർവാഹിനി സവാരിയാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം. മനോഹരമായ പവിഴപ്പുറ്റുകളും വിവിധതരം മത്സ്യങ്ങളും കാണാൻ കഴിയുന്ന ഈ ബോട്ടുകളുടെ അടിഭാഗം ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വസ്ത്രം മാറാനുള്ള മുറികളും ശുചിമുറികളുമൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ധാരാളം ഫുഡ് സ്റ്റോളുകളും സുവനീർ ഷോപ്പുകളുമുണ്ട്. എന്നിരുന്നാലും ഇവിടെയുള്ള ഭക്ഷണശാലകളുടെ വൃത്തിയും ശുചിത്വവും എനിക്ക് അത്ര തൃപ്തികരമായി തോന്നിയില്ല. ഇവിടെയുള്ള തിരക്കും പരിമിതമായ സൗകര്യങ്ങളുമാകാം ഇതിന് കാരണം. ദ്വീപിന് സമീപമുള്ള 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കൂറ്റൻ പവിഴപ്പുറ്റുകളാൽ നിറഞ്ഞിരിക്കുന്ന സമുദ്രഭാഗം ആൻഡമാൻ ഭരണകൂടത്തിന്റെ സംരക്ഷണയിലാണ്. അതിനാൽ എല്ലാ മാസവും ഡൈവിംഗ് ആക്ടിവിറ്റി സ്പോട്ടുകൾ മാറാറുണ്ട്.
രാജീവ് ഗാന്ധി വാട്ടർ സ്പോർട്സ് കോംപ്ലക്സിന്റെ സമീപമാണ് ഫിഷറീസ് അക്വേറിയം. സുനാമിയിൽ ഇത് ഭാഗികമായി തകർന്നു പോയെങ്കിലും പിന്നീട് പുനർനിർമ്മിച്ചു. തുടക്കത്തിൽ ഒരു മ്യൂസിയമായിരുന്ന ഇത് 1997 ഒരു അക്വേറിയമായി മാറ്റി. ഇപ്പോൾ 350-ലധികം വ്യത്യസ്ത ഇനം സമുദ്രജീവികളെ ഇവിടെ കാണാൻ സാധിക്കും. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഗ്ലാസ് പാത്രങ്ങളിൽ സംരക്ഷിച്ചിരിക്കുന്ന വ്യത്യസ്ത സമുദ്രജീവികൾ നിറഞ്ഞ ഒരു ബയോളജി ലാബിന്റെ അന്തരീക്ഷം നിങ്ങളെ അലട്ടിയേക്കാം. വിവിധതരം ഷെല്ലുകളും പവിഴപ്പുറ്റുകളും പ്രദർശനത്തിനുണ്ട്. കൂറ്റൻ പവിഴങ്ങൾ, ഞണ്ടുകൾ, സ്രാവുകൾ, നക്ഷത്ര മത്സ്യങ്ങൾ തുടങ്ങിയ ജീവനുള്ള മൃഗങ്ങളും അക്വേറിയത്തിലുണ്ട്. ഏറ്റവും വലിയ പല്ലുകളുള്ള തിമിംഗലമായി അറിയപ്പെടുന്ന സ്പേം വെയിലിൻ്റെ അസ്ഥികൂടം, ഡോൾഫിൻ, സോഫിഷ് എന്നിവയുടെ ലൈഫ് സൈസ് ഡിസ്പ്ലേ തുടങ്ങിയവ മ്യൂസിയത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രസകരമായ ചില കാഴ്ചകളാണ്. സാമുദ്രിക നേവൽ മറൈൻ മ്യൂസിയത്തിൻ്റെ സമാനമായ ഒരു ശേഖരമാണ് ഇവിടെയുമുള്ളത്. അതിനാൽ നിങ്ങൾക്ക് സമയക്കുറവുണ്ടെങ്കിൽ ഈ സ്ഥലം സ്കിപ്പ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, അക്വേറിയത്തിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. അതിനാൽ നിങ്ങളുടെ ക്യാമറകൾ ഉള്ളിലേക്ക് കൊണ്ടുപോകരുത്. സുന്ദരഭൂമിയായ ഈ ആൻഡമാനിൽ നിന്ന് എല്ലാവരോടും വിട പറയാനുള്ള സമയമാണിത്. ഇവിടെ 7 ദിവസവും പ്രഭുവായിരുന്നു ഞങ്ങളുടെ ഡ്രൈവർ. എല്ലായിടത്തും നിശബ്ദമായി സ്റ്റീഫൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാം സൂക്ഷ്മമായി ചിട്ടപ്പെടുത്തിയ പ്രവീണിന് ഒരു കയ്യടി വേണം. ഞങ്ങളെ മുഴുവൻ പിന്തുണച്ച ബിന്ദുവിനും സുരേഷിനും നന്ദി. പക്ഷേ ഈ ദ്വീപിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന മനോഹരമായ ഓർമ്മകൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. എൻ്റെ വീഡിയോകൾ തുടർന്നും കാണണേ. വീഡിയോകൾ പങ്കിട്ടുകൊണ്ട് എൻ്റെ ചാനലിനെ പിന്തുണയ്ക്കുക.